ഇപ്പം നമുക്ക് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുതിയ ഇൻ്റർഫേസാണ്. ഇത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയും. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഓരോ ഇതിനെക്കുറിച്ച് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ്. ക്യാൻഡിൽ സ്റ്റിക്സ് കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് ഹാമറിനെ കുറിച്ചും ഹാങ്ങിങ് മാനെ കുറിച്ചുമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ, അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ക്യാൻഡിൽ സ്റ്റിക്സിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ടെക്നിക്സൊന്നും ഇതൊന്നുമല്ല, നമ്മുടെ ടെക്നിക്സ് വരുന്നേ ഉള്ളൂ. അതിനു മുമ്പേ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം, അതിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എന്താണ് ഹാമറാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പവന ഇൻഡസ്ട്രീസിൽ ഫസ്റ്റ് നോക്കാം. ഇവിടെ പവന ഇൻഡസ്ട്രീസ് നമ്മളിതിൻ്റെ ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് എന്നുള്ളത് നമ്മൾ 15 മിനിറ്റ്സിൽ നോക്കുകയാണ്. 15 മിനിറ്റ്സിൽ ക്യാൻഡിൽസ്, ഹാമർ ഫോർമേഷൻസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇത് നമ്മളുടെ ഹാമറാണ്. ഓക്കെ, അതായത് ഇതൊരു ഹാമറാണ്. എപ്പോഴാണ് 14 ഓഗസ്റ്റിന് പവന ഇൻഡസ്ട്രീസിൽ കണ്ടോ 9:30 അത് സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്നത്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മുടെ ഇതാണ് ഹെഡ്. ഓക്കെ, ഹാമറിൻ്റെ ഹെഡ്, ഇതാണ് ടെയില്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതാണ് ടെയില്, ഇതാണ് ഹാമറിൻ്റെ ഹെഡ്. അപ്പോൾ ഈ ഹാമർ എന്ന് പറഞ്ഞ സംഭവം ഈ ടെയിലിൽ എന്തുകൊണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെഡ് ഓക്കെ, ആദ്യം നമ്മൾ അതിൻ്റെ ഹാമർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ബോഡിയുടെ ട്വൈസ് സൈസ് ആയിരിക്കണം വിക്ക്. ഓക്കെ, ട്വൈസ് സൈസ് അല്ലേ ഇത് വിക്ക് അല്ലേ? ഇതാണ് ബോഡി, ഇതാണ് വിക്ക്, ട്വൈസ് സൈസാണ്. ഓക്കെ, പിന്നെ നമ്മൾ അപ്പർ വിക്ക്, ഇത് ലോവർ വിക്ക്, ഇത് അപ്പർ വിക്ക്. അപ്പർ വിക്ക് കണ്ടോ, അപ്പർ വിക്ക് അല്ലെങ്കിൽ ഷാഡോ കേട്ടോ. അപ്പർ വിക്ക് കണ്ടോ, നെഗ്ലിജിബിൾ, അതാണ് പിന്നെ അപ്പർ വിക്കേ ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനെ പെർഫെക്റ്റ് ഹാമറായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നോക്കൂ, എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബുള്ളിഷ്, അതായത് ഇതിൻ്റെ കളർ മാറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, 15 മിനിറ്റ്സിൽ ഇത് റെഡ് ആണെങ്കിലും ഇതിൻ്റെ കളർ മാറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പോയിൻ്റ് റേറ്റ് എടുക്കേണ്ടത്. നമ്മൾ ഇതിൻ്റെ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ബോഡി. ഹാമറിൻ്റെ ഹെഡ് എന്ന് പറയുന്നതും ബോഡിയാണ്. ഈ ബോഡി ഫോം ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാൻഡിൽ എങ്ങനെ ഓപ്പൺ ആയെന്നറിയോ നിങ്ങൾക്ക്? മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്, അതായത് ഇവിടെ. ഓക്കെ, ഇവിടെ ഓപ്പണായി, അതിനുശേഷം അതെന്ത് ചെയ്തു, അതെ, ക്യാൻഡിൽ ഇവിടെ ഓപ്പണായി, അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ മേലോട്ട് പോയി, അതിനുശേഷം പിന്നെ താഴോട്ട് വന്നു. ഇവിടെ പക്ഷേ ക്ലോസ് ചെയ്തിട്ടില്ല. അതിനു മുമ്പേ മാർക്കറ്റ് താഴോട്ട് വന്നു, 15 മിനിറ്റിൽ മാർക്കറ്റ് താഴോട്ട് വന്നു, ഇമ്മീഡിയറ്റ്ലി മേലോട്ട് പോയി. ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഈ ഡ്യൂറേഷൻ, ഈ സംഭവമാണ് അവിടെ മാർക്കറ്റിൻ്റെ റൺ ചെയ്തിരിക്കുന്നത്. ഓപ്പണായി, ഹൈ ഒന്ന് കുറച്ച് മേലോട്ട് പോയി, അതിനുശേഷം താഴോട്ട് വന്നു. കുറച്ചും കൂടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഓപ്പൺ, അത് കഴിഞ്ഞിട്ട് താഴോട്ട് വന്നു, ബോഡി ഫോം ചെയ്ത്, പക്ഷേ ഇവിടെ ക്ലോസ് ആയില്ല. മാർക്കറ്റ് 15 മിനിറ്റിലാണ് താഴോട്ട് വന്നു, ഇമ്മീഡിയറ്റ്ലി മേലോട്ട് പോയിട്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിതിനെ ബുള്ളിഷ്നെസ് ക്യാൻഡിൽസ് കൺസിഡർ ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണ്? അതായത് മാർക്കറ്റിൽ രണ്ട് ആൾക്കാരാണ് ഉണ്ടാവുക, ബയേഴ്സും സെല്ലേഴ്സും.
അപ്പോൾ സെല്ലേഴ്സ് ആക്റ്റീവായി മാർക്കറ്റിനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഇവിടെ വെച്ചിട്ട് ബയേഴ്സ് എന്ത് ചെയ്തു? റാൻഡം ഒരു റഷിൽ മാർക്കറ്റ് മേലോട്ട് പോയി അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താ? ഇവിടെ ബയേഴ്സ് ആക്റ്റീവ് ആണെന്നർത്ഥം. നല്ല ബയേഴ്സ്, അത് സെല്ലേഴ്സിനേക്കാളും വലിയ ബയേഴ്സ് ആക്റ്റീവ് ആണെന്നർത്ഥം. അപ്പോൾ നമ്മുടെ ഓവറോൾ നമുക്ക് മാർക്കറ്റ് ഇൻഡിക്കേഷൻ എന്താ തരുന്നത്? ഇവിടെ ഒരു വലിയ ബിഗ് ബയേഴ്സ് ആക്റ്റീവാണ്, സെല്ലേഴ്സിനേക്കാളും പവർഫുള്ളാണ് അവർ എന്നർത്ഥം. പക്ഷേ ആ സെല്ലറിൻ്റെ മാക്സ് പവറിനെ അവർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സെല്ലേഴ്സിനേക്കാളും പവർഫുള്ളാണെന്ന് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊരു ഹാമറാണ്. മനസ്സിലായല്ലോ? ഇതൊരു ഹാമറാണ്, പെർഫെക്റ്റ് ഹാമർ. അപ്പോൾ ഇതിൻ്റെ എൻട്രി ഒക്കെ നമുക്ക് പിന്നീട് പറയാം. പക്ഷെ നമ്മൾ ഈ എൻട്രി ഇതിൻ്റെ മേലെ നിന്നും എടുക്കില്ല, നമ്മൾ ഇതിൻ്റെ പെർഫെക്റ്റ് ബോട്ടം പിക്ക് ചെയ്യാൻ നോക്കുകയുള്ളൂ. പക്ഷെ എന്നാലും ഇൻ കേസ് നോർമൽ എൻട്രി പറയുകയാണെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് എൻട്രി. ഓക്കെ, അതായത് ഇതാണ് ഇതിൻ്റെ. ഓക്കെ, ഈ സ്ലൈഡ് ആഡ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹാമർ കണ്ടോ? എൻട്രി ലെവല്, സ്റ്റോപ്പ് ലോസ്, പിന്നെ എൻട്രി എടുത്തത് കണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ, അതായത് ഇപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോർമൽ മാർക്കറ്റിൽ പഠിപ്പിച്ചിരുന്ന ആൾക്കാരുടെ എൻട്രി ആണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുക. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല കേട്ടോ. ഈ ക്യാൻഡിൽ ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ എൻട്രി എടുക്കില്ല. ഓക്കെ, ഇത് ക്ലോസ് ആയി, ഈ ക്യാൻഡിൽ ക്ലോസ് ആയി കിട്ടി. അപ്പോൾ ഈ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി ആവുക. ഈ ക്യാൻഡിലാണ് എൻട്രി, പക്ഷെ നമ്മുടെ എൻട്രി റോങ് ആവുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യും? ഇവിടെയാണ് അതിൻ്റെ SL, ഇതായിരിക്കും അതിൻ്റെ SL. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ SL. മനസ്സിലല്ലോ? ഇതായിരിക്കും ഇതിൻ്റെ SL, ഇതാണ് ഇതിൻ്റെ എൻട്രി പോയിൻറ്റ്. ഇതൊക്കെയാണ് നോർമലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല നമ്മുടെ മെത്തേഡ്സ് കേട്ടോ, ഇതൊക്കെ വിട്ടേക്ക്. ഇതൊന്നുമല്ല നമ്മുടെ മെത്തേഡ്സ്. അതായത് 421 മുകളിൽ നമ്മൾ എൻട്രി എടുക്കുന്നു, എന്നിട്ട് നമ്മൾ 412 നമ്മൾ SL വെക്കുന്നു. ഇത് കുറച്ച് ഷോർട്ട് ഡ്യൂറേഷനിൽ, അതായത് ഒരു ഷോർട്ട് സ്വിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് നെക്സ്റ്റ് ഇതായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്, പ്രീവിയസ് ആയി 431. അപ്പോൾ ഇത് 1:1 ടാർഗറ്റൊക്കെ ആയിരിക്കും. ഇതായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, 432. ഇതൊക്കെ 1:1 റേഷ്യോ ടൈപ്പാണ്. നമ്മളിങ്ങനെയൊന്നുമല്ല ട്രേഡിങ് എടുക്കുന്നത്. ഇതൊക്കെ നോർമലി ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. ഓക്കെ, ഇതാണ് ഹാമറിൻ്റെ ജസ്റ്റ് ഒരു സ്ട്രോക്ക് എടുത്ത് പറഞ്ഞതേ. ഹാമർ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഇത് കണ്ടില്ല, ഹാമർ ഫോം ചെയ്തതിനു ശേഷം ഒരു റാൻഡം ഹാമർ വന്നതിന് ശേഷം ഉണ്ടോ മാർക്കറ്റ് മൂവ് ചെയ്ത് മേലോട്ടല്ലേ പോകുള്ളൂ. അപ്പോൾ ഒരു അപ് ട്രെൻഡ് അല്ലേ? മനസ്സിലായോ? പക്ഷെ ഇതിൻ്റെ നമുക്ക് ഇത് വെച്ചൊന്നും നമുക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊന്നും നമ്മുടെ ട്രേഡിങ്ങിന് അല്ല. ഓക്കെ, മാർക്കറ്റ് മേലോട്ട് പോയിരിക്കുകയാണ് അല്ലേ, അപ് ട്രെൻഡിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഹാമറിൻ്റെ ഒരു ഹാമറാണ് ഞാൻ കാണിച്ചത്, ഒരു എക്സാമ്പിൾ ഹാമറാണ് കാണിച്ചിരിക്കുന്നത്. വേറെ നോക്കാം, നമുക്ക് HDFC ബാങ്ക് നോക്കാം. HDFC ബാങ്ക് 15 മിനിറ്റിൽ ഒരു ഹാമർ ഇതോടെ ഫസ്റ്റ് 10 താരീഖ് ഒരു ഹാമർ ഫോം ചെയ്യുന്നുണ്ട് കണ്ടോ, പെർഫെക്റ്റ് എൻട്രി. ഇവിടെ ഒരു ഹാമർ ഇതാ. പിന്നെ നമുക്ക് ഇൻവേർട്ടഡ് ഹാമർ കിട്ടുമോ നോക്കാം.
ഇതാ ഇതിനെ ഇൻവെർട്ടഡ് ഹാമറല്ല, ഇത് ഹാങ്ങിങ് മാനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിനെ നമുക്ക് ഹാങ്ങിങ് മാനായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ വിക്ക് കുറച്ച് കൂടുതലാണ്. എന്നാലും ഇതാ 20 ഓഗസ്റ്റിന് 13 1 o'clock ഹാങ്ങിങ് മാനായിട്ട് കൺസിഡർ ചെയ്യാം. കണ്ടോ മാർക്കറ്റ് എന്താണ് ഇവിടെ മാർക്കറ്റ് സംഭവിച്ചത്? മാർക്കറ്റ് മേലെ പോയി ഇവിടെ നിന്ന് ഓപ്പണായി, അതിന് ഹൈ എടുത്തു 1645. അത് കഴിഞ്ഞിട്ട് ഈ ബോഡി വരെ ഫോം ചെയ്തു. കണ്ടില്ലേ ഈ ബോഡി 1645 1645.65 ബോഡി ഫോം ചെയ്തു. അതിനുശേഷം അത് ഡ്രാസ്റ്റിക് ഫോള്. പക്ഷെ അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ ഡ്രാസ്റ്റിക് ഫോളിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ് മേലോട്ട് തന്നെ പോയി ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ സെല്ലേഴ്സ് സ്ട്രെങ്ത്, ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് മേലെ ഫോം ചെയ്യുമ്പോൾ നമുക്കതൊരു ഇൻഡിക്കേഷനാണ്. എന്താണ്? അവിടെ ഓൾറെഡി ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് വീക്ക് ആവുകയാണെന്ന് കാണിക്കുകയാണ്. പക്ഷെ അത് കൺഫർമേഷൻ നമുക്ക് നെക്സ്റ്റ് ഈ ക്യാൻഡലിൻ്റെ ഈ ലോവർ വിക്കിൻ്റെ താഴെ ക്ലോസ് വരണം. അതായത് ഈ ലോവർ വിക്കിൻ്റെ താഴെ ക്ലോസ് വരണം. അപ്പോഴാണ് നമുക്ക് കൺഫർമേഷൻ വരുള്ളൂ. ഓക്കെ, ഈ ലോവർ വിക്കിൻ്റെ താഴെ ക്ലോസ് വന്നാൽ മാത്രമേ ഹാങ്ങിങ് മാൻ്റെ ക്ലോസ് കൺഫർമേഷൻ വരും. ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ക്യാൻഡിൽസ് ഇതുണ്ടോ, ഹാമറാണിത്. ഇതൊരു ഹാമറാണ്. പക്ഷേ SL ഹണ്ടിങ് എന്ന് പറയുന്നത് ഇതിന്. SL നമ്മൾ ആരൊക്കെ SL വെച്ചു അതൊക്കെ SL ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഈ മെത്തേഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് നമ്മൾ നോർമൽ ആൾക്കാരുടെ സൈക്കോളജി പഠിച്ച് അവരിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും അറിഞ്ഞിരിക്കണം. ഈ ക്യാൻഡിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നിരിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ വരെ പോയി ക്ലോസ് ആയി. ഓക്കെ, ക്ലോസിന് മുമ്പ് ഇവിടെ ഓപ്പൺ ആയി, ഒരു ലോ എടുത്തു. അതിനുശേഷം മാർക്കറ്റ് അത് ലോ എടുത്തതിന് ശേഷം ക്യാൻഡിലിൻ്റെ ടെർമിനോളജീസ് പഠിച്ചിരിക്കണം. എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് ബോഡിയാണ്, ഇത് അപ്പർ വിക്ക്, ഇത് ലോവർ വിക്ക്. ഇത് ലോവർ വിക്ക് ചെറിയ പോർഷൻ, ഇത് അപ്പർ വിക്ക്, ഇത് ബോഡി. അതായത് 1441.25 മുതൽ 1394.55 വരെ ബോഡി. മാർക്കറ്റ് ഇവിടെ ഓപ്പണായി ഒന്ന് ജസ്റ്റ് താഴെ, അത് ഇതിനിപ്പോൾ ലോ ആക്കി മാർക്ക് ചെയ്യും. ഇവിടെ നിന്ന് മേലോട്ട് മാർക്കറ്റ് ഇവിടുത്തെ വരെ പോയി, അതായത് 1441. പക്ഷെ ഇവിടെ ക്ലോസ് ആയിട്ടില്ല. മാർക്കറ്റ് മേലെ പിന്നെ ഒരു ഹൈ എടുത്തു, ഒരു 2 പോയിൻറ്റ് പിന്നെ മേലെ പോയിട്ടാണ് പിന്നെ താഴോട്ട് വന്നിരിക്കുന്നത്. 1441 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്തെന്ന് വെച്ചാൽ പ്രോപ്പർ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത്താണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്തു? താഴോട്ട് പോയിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ബയേഴ്സ് സ്ട്രെങ്ത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബയേഴ്സിൻ്റെ സ്ട്രെങ്ത്താണ് കാണിക്കുന്നത്. അപ്പോൾ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത്താണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ക്യാൻഡിലിൻ്റെ ഈ സ്ട്രക്ചർ വെച്ച് നമുക്ക് അപ്രോക്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ക്യാൻഡിൽ മാർക്കറ്റിലെ ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന്. ഇപ്പോൾ ജസ്റ്റ് ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഈ വിക്ക് ഇവിടെ ഫോം ചെയ്യാൻ കാരണം സെല്ലേഴ്സ് ഇമ്മീഡിയറ്റ്ലി ബയേഴ്സിനേക്കാളും സ്ട്രെങ്ത് കൂടിയതിനെ കൊണ്ടാണ് ഇത്രയും വലിയ റഷ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഭയങ്കര സെല്ലിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻഡിസിസീവ് ക്യാൻഡിലാണ്. ഇത് വെച്ചൊന്നും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്.